ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ബോമോൾസ് തിയറി ഓഫ് സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ എന്നാണ് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബോമോൾസ് തിയറി ഓഫ് സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ. ബോമോൾസ് തിയറി ഓഫ് സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ പ്രൊപ്പോസ്ഡ് ബൈ എക്കണോമിസ്റ്റ് വില്യം ജെ ബോമോൾ. ഇദ്ദേഹമാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ചലഞ്ചസ് ദ ട്രഡീഷണൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോഡൽ ഓഫ് FM. അതായത് ട്രഡീഷണൽ ആയിട്ട് ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോഡൽ പറയുന്നുണ്ട്, അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻസ്റ്റെഡ് ബോമോൾ ആർഗ്യൂസ് ദാറ്റ് ഫേംസ് പർട്ടിക്കുലർലി ലാർജ് കോർപ്പറേഷൻ, അതായത് ലാർജ് കോർപ്പറേഷൻസ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റൈസ് മാക്സിമൈസിങ് ദെയർ സെയിൽസ് റവന്യൂ, അതായത് സെയിൽസ് റവന്യൂ മാക്സിമൈസ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. ഓക്കെ, ഓവർ മാക്സിമൈസിങ് പ്രോഫിറ്റ്. ഇതിലുപരി മാക്സിമൈസിങ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനുപരി അവർ റവന്യൂ മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. ഞാൻ ഡയഗ്രാം പറയുമ്പം ഇതെല്ലാം ക്ലിയർ ആയിട്ട് പറയാം കേട്ടോ. അപ്പം ദിസ് അപ്രോച്ച് സ്റ്റെംസ് ഫ്രം മാനേജറിയൽ ഇൻസെൻറ്റീവ്സ്, അതായത് മാനേജറിയൽ ഇൻസെൻറ്റീവ്സ്, ഫേംസ് ലോങ് ടൈം ഗ്രോത്ത് ഒബ്ജക്റ്റീവ്സ്, ഇതിൽ നിന്നൊക്കെയാണ് ഇത് വേരോടി വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കീ എലമെൻറ്റ്സ് നോക്കാം. കീ എലമെൻറ്റ്സ് ഓഫ് ദ തിയറി. അതിൽ ഒന്നാമത്തത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യത്തിൽ പറയുന്നത് പോലെ ഇതിൽ ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആയിരിക്കും. ഓണേഴ്സ് വേറെ, അത് മാനേജ് ചെയ്യുന്നത് വേറെ ആൾക്കാർ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. അതിൽ ഇൻ ലാർജ് ഫേംസ് ഓണേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് ആണല്ലോ, അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് മാനേജേഴ്സ് ആർ സെപ്പറേറ്റ് എൻറ്റൈറ്റീസ്, അത് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. വൈൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലക്ഷ്യം എന്താണ്? സെപ്പറേറ്റ് ആണെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം, എന്നാലേ അവർക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടത്തുള്ളൂ. വൈൽ ഷെയർ ഹോൾഡേഴ്സ് ഫോക്കസ് ഓൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എന്നാൽ മാനേജേഴ്സ് ആണെങ്കിലോ, മാനേജേഴ്സ് മേ സീക്ക് ടു ഇൻക്രീസ് സെയിൽസ് റവന്യൂ. അവർ സെയിൽസ് റവന്യൂ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ബിക്കോസ് ഹയർ സെയിൽസ് ആർ ലിങ്ക്ഡ് ടു പ്രസ്റ്റീജ്. ഒരു സ്ഥാപനത്തിൻ്റെ അന്തസ്സ്, ജോബ് സെക്യൂരിറ്റി ആൻഡ് ബോണസ്, ഇതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് എന്താണ് സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കീ എലമെൻ്റ് എന്ന് പറയുന്നത് സെയിൽസ് റവന്യൂവിൻ്റെ പ്രാധാന്യമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് റവന്യൂ. അതായത് മാനേജേഴ്സ് ആണല്ലോ ഇത് സെയിൽസ് റവന്യൂ കൂട്ടാൻ ശ്രമിക്കുന്നത്. മാനേജേഴ്സ് എയിം ടു മാക്സിമൈസ് സെയിൽസ് റവന്യൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹൈ സെയിൽസ് ആർ സീൻ ആസ് എ സൈൻ ഓഫ് സക്സസ് ആൻഡ് മാർക്കറ്റ് ഡോമിനൻസ്. മാർക്കറ്റ് ഡോമിനൻസിൻ്റെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹൈ സെയിൽസ് എന്ന് പറയുന്നത്. അതൊരു കാര്യം. പിന്നെ അടുത്തത് ഇറ്റ് ക്യാൻ എൻഹാൻസ് ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ ആൻഡ് ഇറ്റ്സ് മാർക്കറ്റ് ഷെയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കാം, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കൂട്ടാം. പിന്നെ ഹയർ സെയിൽസ് ലെവൽസ് മൈറ്റ് ഇംപ്രൂവ് മാനേജ്മെൻറ്റ്സ് പൊസിഷൻ ബൈ അലോവിങ് ദം ടു എക്സ്പാൻഡ് ദ ഫേം. അതായത് മാനേജ്മെൻറ്റിൻ്റെ പൊസിഷൻ വർദ്ധിപ്പിക്കും. അതായത് ഈ ഫേം എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇൻക്രീസ് മാനേജീരിയൽ റെമ്യൂണറേഷൻ വർദ്ധിപ്പിക്കും. അത് മാനേജേഴ്സിൻ്റെ ഒരു പവറോടെ കൂടുകയാണ് ചെയ്യുന്നത് സെയിൽസ് റവന്യൂ വർദ്ധിപ്പിക്കുമ്പോഴത്തേക്ക്. ഇതുകൊണ്ടാണ് അവരത് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്? സെയിൽസ് റവന്യൂ കൂട്ടാൻ ശ്രമിക്കുന്നത്. അടുത്ത് പറയുന്നത് പ്രോഫിറ്റ് ആസ് എ കൺസ്ട്രെയിൻ നോട്ട് എ ഗോൾ. അതായത് ഒരു മിനിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യണം. അത് പ്രോഫിറ്റ് ഉണ്ടാക്കുക മാത്രമല്ല കമ്പനിയുടെ ലക്ഷ്യം, ഒരു മിനിമം പ്രോഫിറ്റ് മതി, എന്നാൽ സെയിൽസ് റവന്യൂ കൂട്ടുക, ഇങ്ങനെയുള്ള മറ്റു ചില ലക്ഷ്യങ്ങളോട് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് വൈൽ സെയിൽസ് മാക്സിമൈസേഷൻ ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്. ഞാൻ പറഞ്ഞില്ലേ, പ്രൈമറി ഒബ്ജക്റ്റീവ് സെയിൽസ് മാക്സിമൈസേഷൻ ആണ്. ദ ഫേം മസ്റ്റ് സ്റ്റിൽ ജനറേറ്റ് എ മിനിമം പ്രോഫിറ്റ്. എന്നാലും ഒരു മിനിമം പ്രോഫിറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ലെവൽ ടു സാറ്റിസ്ഫൈ ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യലേ പറ്റത്തുള്ളൂ. അവർക്ക് ഡിവിഡൻഡ് കൊടുക്കണ്ടേ? ഓക്കെ, അല്ലെങ്കിൽ അവർ ഷെയർ വിറ്റുകളെ. ഷെയർ ഹോൾഡേഴ്സ് റീഇൻവെസ്റ്റ് ഇൻ ഓപ്പറേഷൻ. അത് മാത്രമല്ല, ഓപ്പറേഷൻസിൻ്റെ റീഇൻവെസ്റ്റിന് വേണ്ടി പണം വേണം, അതിന് വേണ്ടിയിട്ട്. ആൻഡ് അവോയ്ഡ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്. ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു മിനിമം പ്രോഫിറ്റിന് വേണ്ടി ശ്രമിക്കും. ഓക്കെ, ദിസ് പ്രോഫിറ്റ് കൺസ്ട്രെയിൻ, ഇതൊക്കെയാണ് ഈ പ്രോഫിറ്റ് കൺസ്ട്രെയിൻ കൊണ്ട് ഉദ്ദേശിച്ചത്. എൻഷുവേഴ്സ് ദ ഫേം ഡസൻറ്റ് സാക്രിഫൈസ് പ്രോഫിറ്റ്സ് എൻറ്റയർലി. മൊത്തത്തിൽ പ്രോഫിറ്റ് ഉപേക്ഷിക്കുകയല്ല ഫേം ഇൻ പെർസ്യൂട്ട് ഓഫ് സെയിൽസ്. അതായത് സെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കിയിട്ട് മൊത്തമായിട്ട് പ്രോഫിറ്റ് വേണ്ടെന്ന് വയ്ക്കുകയല്ല, ഒരു കൺസ്ട്രെയിൻറ്റ് വെച്ചിട്ട് ആ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. അടുത്തത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസ് ആണ്. അതെന്ന് പറയുന്നത് അണ്ടർ ദിസ് തിയറി ഫേംസ് മേ ലോവർ പ്രൈസസ് ടു ഇൻക്രീസ് സെയിൽസ് വോളിയം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളുടെ വില കുറച്ച് ഫേംസ് വിൽക്കാൻ നോക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈവൻ ഇഫ് ഇറ്റ് മീൻസ് ലോവർ പെർ യൂണിറ്റ് പ്രോഫിറ്റ്. അതായത് ഒരു യൂണിറ്റിൻ്റെ പുറത്ത് പ്രോഫിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെന്ന് ചെയ്യും. എന്തിനാണ്? സെയിൽസ് റവന്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അവർ ചിന്തിക്കുന്ന ഇതാണ്, ദേ മേ ചൂസ് എ ലോവർ പ്രോഫിറ്റ് മാർജിൻ ബട്ട് ഹയർ സെയിൽസ്. പ്രോഫിറ്റ് മാർജിൻ കുറവാണെന്നുണ്ടെങ്കിലും സെയിൽസ് കൂട്ടാനാണ് അവിടെ നോക്കുക. ഓക്കെ, അസ്യൂമിങ് ദാറ്റ് ടോട്ടൽ സെയിൽസ് റവന്യൂ വിൽ ബി ഹയർ. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ടോട്ടൽ സെയിൽസ് റവന്യൂ, അത് കൂടുതൽ സാധനങ്ങൾ സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടോട്ടലായിട്ടുള്ള ഒരു എക്കണോമീസ് ഓഫ് സ്കെയിൽ പോലെ ഒരു ടോട്ടൽ റവന്യൂ അവിടെ വർദ്ധിക്കുന്നതായിട്ട് ഇവർക്ക് അവിടെ ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് വെച്ചിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓൺ മാർക്കറ്റ് സ്ട്രക്ചർ. ഇത് ഏത് മാർക്കറ്റ് സ്ട്രക്ചറിലാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്തെന്ന് നോക്കാം. അതായത് ബോമോൾസ് മോഡൽ സജസ്റ്റ് ദാറ്റ് ഫേംസ് ഇൻ ഇൻഡസ്ട്രീസ് വിത്ത്
ഒളിഗോപോളിസ്റ്റിക് ഓർ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അത് ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷനും മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനുമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത് ആർ മോർ ലൈക്ലി ടു ഫോളോ സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ സ്ട്രാറ്റജീസ്. ഓക്കെ, ഇറ്റ് കോൺട്രാസ്റ്റ്. അപ്പം ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൊക്കെ ഇങ്ങനെ നടക്കാനുള്ള സാധ്യതയില്ലെന്നാണ് പറയുന്നത്. ഇതിൻ്റെ വിപരീതമായിട്ട് വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വെയർ ഫേംസ് ആർ മോർ ലൈക്ലി ടു ഫോക്കസ് ഓൺ പ്യുവർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അറിയാമല്ലോ, അതിൻ്റെ ലിങ്ക് കൂടെ ഇട്ടേക്കാൻ വീഡിയോ ഉണ്ട് കേട്ടോ. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൊക്കെ അവർ പ്യുവർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് ഡയഗ്രാം പരിശോധിക്കാം. ഈ ഡയഗ്രത്തിൽ ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, ഇതിൽ എക്സ് ആക്സിൽ ഔട്ട്പുട്ടും വൈ ആക്സിൽ ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ് ഇവയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അതോടൊപ്പം തന്നെ റവന്യൂവും കൂട്ടുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ റവന്യൂ അവിടെ കൂടുതലായിട്ട് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു നിശ്ചിത ഔട്ട്പുട്ടും അവിടെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ മിനിമം പ്രോഫിറ്റും റിസീവ് ചെയ്യണം. അപ്പം ഈ 3 കാര്യങ്ങളും വെച്ചിട്ട് ഇവരുടെ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എത്തുന്ന രീതിയാണ് ഞാൻ ഇതിലൂടെ പറയാൻ പോണത്. ഓക്കെ, ഇതിൽ എക്സ് ആക്സിന് പാരലായിട്ട് ഞാൻ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുക. എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ബ്ലാക്ക് ലൈൻ വരച്ചിട്ടുണ്ട്, TL എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മിനിമം പ്രോഫിറ്റ് ലൈനാണ്. ഓക്കെ, ഇതിൽ പ്രോഫിറ്റ് മാർജിൻ കാണിക്കുന്ന ലൈനാണ് P, അതായത് 0യിൽ സ്റ്റാർട്ട് ചെയ്തത്, അതായത് 0ൻ്റെ ഇപ്പുറത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ആ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇൻവേർട്ടഡ് യു ഷേപ്പിൽ പോയി ആ P എന്ന എൻഡ് ചെയ്യുന്ന, അതായത് മൈനസിലേക്ക് പോകേണ്ടത്, അതായത് എക്സ് ആക്സിന് താഴേക്ക് പോകുന്ന ആ ലൈനാണ് പ്രോഫിറ്റിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ TR എന്ന കർവ് നിങ്ങൾക്ക് കാണാൻ കഴിയും, ടോട്ടൽ റവന്യൂ കർവാണ്. പിന്നെ TC എന്ന കർവ്, ഓക്കെ, ഇത് ടോട്ടൽ കോസ്റ്റ് കർവാണ്. ഇതാണ് ഈ 3 കർവാണ് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള TL എന്നുള്ള ലൈൻ എന്ന് വെച്ചാൽ മിനിമം പ്രോഫിറ്റിൻ്റെ ലൈനാണ്. ഓക്കെ, ഇവിടെ നോക്കുക, അതിൽ FB എന്ന് പറയുന്ന ആ പോയിൻ്റ്, ആ ഡോട്ടഡ് നീല ഡോട്ടഡ് കാണിച്ചിരിക്കുന്ന ആ ലൈൻ, ഓക്കെ, ഇത് ആ പ്രോഫിറ്റ് ലൈനിൻ്റെ പീക്ക് പോയിൻ്റാണ്. അത് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ഈ പ്രൊഡ്യൂസർ എന്ന ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. എന്നാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് OB എന്ന് പറയുന്ന അത്രയും ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ലെവൽ ഔട്ട്പുട്ട് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ പോരാ. ഇവരുടെ ലക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഔട്ട്പുട്ട് ഉണ്ടാക്കണം, എന്നാൽ മിനിമം പ്രോഫിറ്റ് റിസീവ് ചെയ്യാൻ വേണം. ഓക്കെ, എന്നാൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് OD. ഓക്കെ, D ഫോർ ഡോൾ. അപ്പം ഈ OD എന്ന് പറയുന്ന ഔട്ട്പുട്ട്, നിങ്ങൾ ഔട്ട്പുട്ട് എന്ന എക്സ് ആക്സിൽ എത്തിക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് D വരെയുള്ള ആ ഡിസ്റ്റൻസ്, അത്രയും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ടോട്ടൽ റവന്യൂ അവിടെ കൂടുന്നുണ്ട്. റവന്യൂ നോക്കുക, TR2 എന്ന അത്രയും റവന്യൂ അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസറിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ഒരു മിനിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതല്ലേ. എന്നാൽ അവിടെ പ്രോഫിറ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്ന ടോട്ടൽ റവന്യൂ കർവ് പ്രോഫിറ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്നത് H എന്നുള്ള പോയിൻ്റാണ്, ക്യാപിറ്റൽ ലെറ്റർ H എന്നുള്ള പോയിൻ്റിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ DH എന്നുള്ള പോർഷൻ മാത്രമേ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. അപ്പം അത് ഇക്വിലിബ്രിയം പോയിന്റ് എടുക്കാൻ പറ്റത്തില്ല. ഈ FB എന്നുള്ള ലൈനും മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും അവിടെ റവന്യൂ കൂടാത്തതുകൊണ്ട്, ഔട്ട്പുട്ട് കുറവായതുകൊണ്ട് അതും ഇക്വിലിബ്രിയം പോയിൻ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇക്വിലിബ്രിയം പോയിന്റിൽ മിനിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുകയും അവർ ടോട്ടൽ റവന്യൂ കൂടുകയും എന്നാൽ അവർ സെയിൽസ് കൂടി, അതായത് ഔട്ട്പുട്ട് കൂടുകയും ചെയ്യുന്ന ഒരു പോയിൻ്റാണ്, ആ ഒരു ഔട്ട്പുട്ട് ലെവലാണ് OC എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അതായത് വെർട്ടിക്കലായിട്ട് വരച്ചേക്കുന്ന ആ ബ്ലൂ ലൈനാണ് അത് TR1 എന്ന് സൂചിപ്പിക്കുന്നത്, ടോട്ടൽ റവന്യൂ 1. ഓക്കെ, അവിടെ നമുക്ക് കാണാം ഇവിടെ ഔട്ട്പുട്ട് ഒരു കമ്പാരിറ്റീവ്ലി ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ലെവൽ വരുന്നുണ്ട്. എന്നാൽ അവിടെ G എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അതായത് പ്രോഫിറ്റ് കർവ് G എന്ന പോയിന്റിൽ, അതായത് ടോട്ടൽ റവന്യൂ കാണിച്ചിരിക്കുന്ന ആ ലൈൻ, അത് പ്രോഫിറ്റ് ലൈനിൻ്റെ G എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും മിനിമം പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട് കൂടുന്നുണ്ട്, ടോട്ടൽ റവന്യൂയും കൂടുന്നുണ്ട്. അപ്പം ഈ ഇക്വിലിബ്രിയം പോയിന്റ് അവിടെ G ആണ്. ഓക്കെ, ടോട്ടൽ റവന്യൂ TR1 എന്ന ഭാഗത്തിൽ TR1 എന്നുള്ള ആ ഒരു റവന്യൂവിൽ അവർ ഇക്വിലിബ്രിയത്തിൽ എത്തുകയാണ്. OC ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ അവർ ഇക്വിലിബ്രിയം എത്തുന്നതായിട്ടാണ് ഈ ഡയഗ്രാം കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.